കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ ഡേറ്റാസും ക്രെഡിറ്റാസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. അടുത്തത് ഡെപ്റ്റാസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾ, അതായത് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതിനാണ് നമ്മൾ ഡെപ്റ്റാസ് എന്ന് പറയുന്നത്. അക്കൗണ്ട് റിസീവബിൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിന്. A debtor is a person who owns money to the business. അതായത് ഡെപ്റ്റാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, ബിസിനസ്സിലേക്ക് പൈസ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ബിസിനസ്. ദി എമൗണ്ട് ഡ്യൂ ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ് ആർ ടു കോൾ ഓൺ ദി ക്ലോസ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. എന്ന് വെച്ചാൽ വേറെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നത്. അത് അതിനെയൊക്കെ നമ്മൾ ക്ലോസ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡിലാണ് നമ്മളത് ക്ലോസ് ചെയ്ത് എല്ലാം ഇതാക്കുന്നത്. ഓക്കെ, ആൻഡ് ആർ ഷോൺ അണ്ടർ ദി ഹെഡിങ്. അതിൻ്റെ ഹെഡിങ് നമ്മൾ കാണിക്കുന്നത് സൺട്രി ഡെപ്റ്റാസ് ആയിട്ടാണ് കാണിക്കുന്നത് ഹെഡിങ് വരുന്നത്. ഓർ അക്കൗണ്ട്സ് റിസീവബിളും കാണിക്കും, പക്ഷേ നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ സൺട്രി ഡെപ്റ്റാസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഏബിൾ ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് അസറ്റ്സ്. അത് നമ്മളെല്ലാം ക്ലോസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടാനുണ്ടോ അത് നമ്മൾ സൺട്രി ഡെപ്റ്റാസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത്ര എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ബിക്കോസ് അത് നമുക്കൊരു അസറ്റാണല്ലോ, നമുക്ക് ഇങ്ങോട്ട് വരുന്ന പൈസയല്ലേ, പൈസ നമുക്ക് എന്തായാലും ഒരു അസറ്റാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടൊരു അസറ്റാണ്. ഓക്കെ, അതാണ് നമ്മൾ ഡെപ്റ്റാസ് എന്ന് പറയുന്നത്. ഇനി നമുക്കപ്പോൾ ക്രെഡിറ്റാസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ ആണ്. അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. അത് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. എ ക്രെഡിറ്റാർ ഈസ് എ പേഴ്സൺ whom the business owns for money as he has given some benefit to the business. അതായത് അവർ നമുക്ക് സാധനങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. സോ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ലേറ്റർ ഓൺ ആയിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ആവും നമ്മൾ കൊടുക്കാനുള്ളത്. ഓക്കെ, and he has given some benefit. The amount due to various person are to called on the close of the accounting period. അതായത് വേരിയസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, നമ്മൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. കൊടുക്കാനുള്ള എമൗണ്ട് ആണെങ്കിൽ കൊടുക്കേണ്ടി വരും. അത് ക്യാരി ഫോർവേഡ് ചെയ്യും നമ്മൾ അടുത്ത വർഷത്തേക്ക്. ഓക്കെ, ആൻഡ് ആർ ഷോൺ അണ്ടർ ദി ഹെഡിങ് കാണിക്കുന്നത് സൺട്രി ക്രെഡിറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് കാണിക്കുന്നത്. ഓർ അക്കൗണ്ട്സ് പേയബിൾ. ഇതും സൺട്രി ക്രെഡിറ്റാസാണ് കൂടുതൽ വരുന്നത്. ഇൻ ദി ബാലൻസ് ഷീറ്റ് ടാസ് ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കും. പക്ഷെ നമ്മൾ അതൊരു ബാധ്യതയാണ്, നമ്മൾ എന്തായാലും കൊടുത്ത് തീർക്കണം. നമ്മളിപ്പോൾ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാനുള്ളതാണ്. സോ അതിപ്പോൾ നമ്മൾ എന്തായാലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നമ്മളത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് സൺട്രി ക്രെഡിറ്റാസ് ലയബിലിറ്റി സൈഡിലേ വരത്തുള്ളൂ. ഓക്കെ, സൺട്രി ഡേറ്റാസ് അസറ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ഇതങ്ങോട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൺട്രി ഡെപ്റ്റാസും ക്രെഡിറ്റാസും തമ്മിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, മോട്ടിവേഷൻ എന്ന ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്കൊന്ന് വിളിക്കുക. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് എൻ്റെ ഈ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ആർക്കെങ്കിലും യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ ആണല്ലോ, ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് വന്നിട്ട് ബിസിനസ് അക്കൗണ്ടിങ് ടേംസ് ആണ്. ഇതിപ്പോൾ 5ാമത്തെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് മുമ്പത്തെ 4 ക്ലാസ്സുകൾ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ.
സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സി യു.